ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്, നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിനെസ്സും പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വളരെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 3:30-4 മണിക്കൊക്കെ എഴുന്നേൽക്കുകയാണെങ്കിൽ അതിനേക്കാളും വലിയൊരു നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആൾക്കാരുടെയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അവർ എത്ര നേരത്തെയാണ് എഴുന്നേറ്റ് അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്കൊരു 4 മണിക്ക് 3:30 എഴുന്നേൽക്കാൻ പറ്റില്ല എങ്കിൽ ഒരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുക. 5 മണിക്ക് എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക് പോകാനല്ല കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം പൂജാമുറിയിൽ പോയി വിളക്കൊക്കെ കത്തിക്കാം. നമ്മളിപ്പോൾ ഏത് മതസ്ഥരാണെങ്കിലും അവരുടേതായ പ്രാർത്ഥനാ ക്രമങ്ങളൊക്കെ നടത്താം. ഒന്ന് മനസ്സൊന്ന് റിഫ്രഷ് ആക്കുക, ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി കിളികളുടെയും എല്ലാ പ്രകൃതിയിലുള്ള പല പല സൗണ്ടുകളും നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേൾക്കും. ഇനിയിപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഒന്ന് ഒരുങ്ങുക. നമ്മുടെ മുടിയൊക്കെ ഒന്ന് ചീകിക്കെട്ടി പിന്നെ പൊട്ടൊക്കെ തൊട്ട് പൗഡറൊക്കെ ഇട്ട് നമുക്ക് എന്താണോ നമ്മുടെ റൊട്ടീൻ അത് നമ്മൾ പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത് അതേപോലെ ഒന്ന് ഒരുങ്ങുക. ലിപ്സ്റ്റിക് ഒന്നും ഇടാനല്ല പറയുന്നത്, ഒന്ന് വൃത്തിയായിട്ട് നിൽക്കുക. പിന്നെ നല്ല ഡ്രസ്സ് ഇടുക. നമ്മൾ കരിമ്പനടിച്ച ഡ്രസ്സ് ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. നമ്മളിത് വീട്ടിൽ നിന്നല്ലേ ഈ ഡ്രസ്സ് ഇടുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യരുത് കേട്ടോ. അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. കരിമ്പം കുത്തിയ ഡ്രസ്സൊന്നും നമ്മൾ ഇടാതെ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇടുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതുക. ഞാൻ കഴിഞ്ഞ എൻ്റെ ഇങ്ങനത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എന്താണോ നമ്മളെ ഡ്രീം അത് എഴുതുക. അത് നമ്മൾ നടന്നതുപോലെ ഫീൽ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കാര്യം എഴുതി വെക്കാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എഴുതാനിപ്പോൾ താല്പര്യം ഇല്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രീം ചെയ്യുക. നമ്മൾ സ്വപ്നം കാണുക. നമ്മൾ നമ്മുടെ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്നതായിട്ട് നമ്മളൊന്ന് ഡ്രീം ചെയ്യുക. ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ അത്രയും ഷുവറാണ്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കലാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കാം. ഈ വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 ഈത്തപ്പഴം കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഈത്തപ്പഴം നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ്. കാരണം ബ്ലഡ് വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏതൊരു വീട്ടമ്മമാരാണെങ്കിലും എങ്ങനെയെങ്കിലും വീട്ടിലെ ജോലികളൊക്കെ വേഗം തന്നെ തീർക്കുക എന്നായിരിക്കും നമ്മുടെ ഫോക്കസിൽ. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചക്കത്തെ ലഞ്ച്, വൈകുന്നേരം ഈവനിങ് സ്നാക്സ്, രാത്രി ഡിന്നർ, ഇങ്ങനെ പാചകം മാത്രമല്ല അതിനിടയിൽ അടിച്ചുവാരൽ, തുടക്കൽ, അലക്കൽ, തുണി മടക്കൽ, അതുകൂടാതെ പിന്നെ മുളകൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അത് കഴുകി വെയിലത്തിടണം, മല്ലി ഉണക്കണം, അങ്ങനെ പല ജോലികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജോലികളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളെ ശ്രദ്ധിക്കണം. നമ്മളില്ലെങ്കിൽ പിന്നെ എന്ത്? അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഫ്രൂട്ട്സ്, നട്ട്സ്, ഇത് ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോടും പറയുന്നതാണ്. ഫ്രൂട്ട്സും നട്ട്സും നമ്മൾ കഴിക്കണം. അത് മസ്റ്റാണ്. പൊതുവേ നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ വീട്ടിലെത്തിയാൽ നമ്മളല്ലേ അത് കൈകാര്യം ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുക മക്കൾക്കും ഹസ്ബൻഡിനും പിന്നെ അച്ഛനും അമ്മക്കും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളെയും കൂടെ ഒന്ന് കണക്കാക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഏണിങ്സ് ഉണ്ടാവുക. അതായത് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇപ്പം നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സമയം ഉണ്ടാവണം അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരാണ്, അല്ലെങ്കിൽ അയ്യോ ഞാൻ കല്യാണം കഴിച്ചല്ലോ എനിക്ക് കുട്ടികളെ നോക്കണ്ടേ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ലൈഫ് സ്പോയിൽ ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടെന്നല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ചെയ്യാനുള്ള ട്രിക്സ് നമ്മുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? രാത്രിയിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കാം. അതിനുശേഷം നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും കൂടി ചെയ്താൽ നമ്മുടെ പണികളൊക്കെ വേഗം കഴിയും. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഇപ്പം പഠിക്കാനാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ പുറത്ത് പോയി പഠിക്കണ്ട. കാരണം അവർ സ്കൂളിൽ പോകുന്നത് വരെ നമ്മൾ തന്നെ, വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അപ്പം നമ്മൾ എന്തെങ്കിലും ഓൺലൈൻ കോഴ്സുകൾ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഈ പറയുന്നത്. ഇനിയിപ്പോൾ പഠിക്കാൻ താല്പര്യം ഇല്ല എങ്കിൽ പല വേറെ ബിസിനസ് ചെയ്യാം. പിന്നെ എന്താണ്, നമ്മുടെ സ്റ്റിച്ചിങ്, അതൊക്കെ ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് ചെയ്യുക. എന്നിട്ട് അതിലൂടെ ഒരു ഏണിങ്സ് കണ്ടെത്തുക.
അങ്ങനെ നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലും വലിയൊരു സന്തോഷം നമുക്കുണ്ടാവില്ല. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു പൈസ സ്വരുക്കൂട്ടി വെച്ച് നമുക്ക് ഇഷ്ടമുള്ളവർക്ക്, അതായത് ഹസ്ബൻഡിനും മക്കൾക്കും അമ്മക്കും അച്ഛനൊക്കെ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പം അവരുടെ സന്തോഷം, നമുക്കുള്ള സന്തോഷം, ചെറിയ ഗിഫ്റ്റ് ആയിക്കോട്ടെ, അത് ഒരുപാട് നമുക്ക് എന്താ തരിക, ആത്മസംതൃപ്തി തരിക എന്നൊക്കെ പറയില്ലേ, അതുണ്ടാവും കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആരെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക. കാരണം ഓരോ വ്യക്തികൾക്കും ഓരോരുത്തരുടേതായ കാഴ്ചപ്പാടുകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധേടാവേണ്ട ആവശ്യമില്ല. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ആരെക്കുറിച്ചിട്ടും ഒരു നെഗറ്റീവ് കമൻസും ഒന്നും നമ്മൾ പറയാതിരിക്കുക. കാരണം അത് മറ്റുള്ളവരെ കുറിച്ചിട്ട് നമ്മൾ കുറ്റം പറയുമ്പോൾ അത് നമ്മളിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ നല്ല സമാധാനത്തോടെ ഉറങ്ങണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത്, നമ്മൾ വർത്തമാനം പറയുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഒരു തമാശക്ക് പോലും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഫീൽ ആവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യാം. പൈസ കൊടുത്തിട്ട് ചെയ്യാനല്ല. നമ്മുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും സങ്കടം പറഞ്ഞു വരികയാണെങ്കിൽ നമുക്കറിയുന്നവരാണ്, എല്ലാവരെയും ഇപ്പോൾ വിശ്വസിച്ചുകൂടാലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർക്ക് മെൻ്റൽ സപ്പോർട്ട്, അവർ പറയുന്ന സങ്കടങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ആദ്യം കൊടുക്കണം. അതിനുശേഷം എന്തെങ്കിലും ജസ്റ്റ് ഒരു ആശ്വാസവാക്ക് പറഞ്ഞാൽ അത് തന്നെ ധാരാളമായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വലിയ ആളൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു മനസ്സിന് വേണ്ടിയിട്ട്, എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, നമ്മൾ ചോറ് വെക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ ചെയ്യാറില്ല. എനിക്ക് സമയമുള്ളപ്പോൾ നമ്മൾ ഡെയിലി വെക്കുന്ന ചോറില്ലേ, ജസ്റ്റ് ഒരു പൊതിയാക്കിയിട്ട് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അങ്ങെടുക്കും. അപ്പോൾ ആരെങ്കിലും ഉണ്ടാവുമല്ലോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് റോഡിലിരിക്കുന്നവർ, അത് കൊടുക്കും. അപ്പോൾ അത് കിട്ടുമ്പോൾ അവരുടെ മുഖത്തുള്ളൊരു സന്തോഷം, അത് കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനെ ഞാൻ ഒരാൾക്കാണെങ്കിൽ അവരുടെ വിശപ്പെങ്കിലും എൻ്റെ കൈ കൊണ്ട് മാറിയല്ലോ എന്നൊരു സന്തോഷം എനിക്ക് ആ ദിവസം ഫുള്ളുണ്ടാവും. അങ്ങനെ ഇത്രയും ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് സംതൃപ്തി ഉണ്ടാകും. കാരണം നമ്മുടെ ജോലികളൊക്കെ നമ്മൾ ചെയ്ത് തീർത്തല്ലോ, നമ്മുടെ ഡ്യൂട്ടികളൊക്കെ നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്തല്ലോ. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഫോണ് നമ്മൾ നോക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ ഫോണിങ്ങനെ ഇടക്കിടക്ക് നോക്കിയിട്ട് പിന്നെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ഒരുപാട് സമയം, ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരുപാട് സമയം നമുക്ക് അതിൽ പോയി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ മുൻകൂട്ടി കണ്ടു വെക്കുക, ഞാൻ ഇത്ര സമയം മാത്രമേ നോക്കൂ എന്ന് നമ്മൾ മനസ്സിലൊന്ന് കരുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോൺ അധികം നോക്കിയാൽ കണ്ണിനും ഒക്കെ നമുക്ക് പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിലുള്ള ഒരു അഡിക്ഷൻ നമ്മൾ കുറക്കുക. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളത്, വൈകുന്നേരം നമുക്ക് ഗാർഡനിങ് ചെയ്യാം കേട്ടോ. ഗാർഡനിങ് വളരെയധികം റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. പുറത്തിറങ്ങി നമ്മൾ ചെടി നടുന്നതും പച്ചക്കറി നടുന്നതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഇതുവരെ ആരും ചെയ്തില്ല എങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക. നമുക്ക് പറമ്പൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഗ്രോ ബാഗിലും പിന്നെ നമ്മുടെ വേസ്റ്റായി കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ചെടി നടായി ഉപയോഗിക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറുക. നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരുടെ മുന്നിൽ നമ്മൾ സംസാരിക്കുകയും, അതായത് നമ്മൾ കാരണം മറ്റുള്ളവർ ഒന്ന് ചിരിച്ചാൽ അത് വലിയൊരു കാര്യമാണ് അല്ലേ. നമ്മൾ എത്തുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ നഴ്സറിയിലാണ് കേട്ടോ ഉള്ളത്. രാവിലെ ഫുഡൊക്കെ ആക്കി വെച്ചതിന് ശേഷം ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ഫുഡ് ആക്കി വെച്ച് അപ്പോൾ തന്നെ ഞാൻ കിച്ചൺ അങ്ങ് ക്ലീൻ ആക്കി വെക്കും കേട്ടോ. കിച്ചൺ ഡെയിലി തുടച്ചിടും. വീട് മുഴുവൻ ഡെയിലി നമുക്ക് തുടക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ കിച്ചൺ എപ്പോഴും തുടച്ചിടും. പിന്നെ വീട് അടിച്ചു വാരിയിടും, വീട് മുഴുവൻ നന്നായിട്ടൊന്ന് അടിച്ചു വാരിയിടും. എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിച്ച് വെക്കാൻ നമ്മൾ നോക്കുക. അപ്പോൾ പോസിറ്റീവ് എനർജി കയറി വരും കേട്ടോ. നമ്മളെപ്പോഴും വീട് നല്ല നീറ്റാക്കിയിട്ട് വെക്കണം. അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞ് വരുന്ന വഴിക്ക് നഴ്സറി കയറി കുറച്ച് ചെടികൾ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ എത്തിയ ഉടനെ തന്നെ അത് നമ്മൾ മാറ്റി നടുകയാണ്. അങ്ങനെ 2 ഓർക്കിഡ്സും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആ വൈറ്റ് കളറ് പൂവുള്ള ഒരു ചെടിയും, മുല്ലപ്പൂ പോലെ തോന്നിക്കും, പക്ഷെ ഒറിജിനൽ മുല്ലയല്ല.
അപ്പോൾ അത് രണ്ടും ഒന്ന് മാറ്റി നടുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ആക്റ്റീവായിട്ടും നല്ല ബിസി ലൈഫ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവ് തോട്ട്സും ഉണ്ടാവില്ല. രാത്രിയാകുമ്പോഴേക്ക് നല്ല ക്ഷീണമായിട്ട് നന്നായിട്ട് ഉറങ്ങാനും കഴിയും. അപ്പോൾ നമ്മുടെ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റും ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി നല്ല നല്ല ടിപ്സുമായിട്ട് നാളെ കാണാം കേട്ടോ.